പറയാം. ആദ്യത്തേത് മഹാഭാരതത്തിൽ നിന്നുള്ളതാണ്. മഹാഭാരതത്തിൽ ഉദ്ദാലക മഹർഷിയുടെയും ശ്വേതകേതു എന്ന മകൻ്റെയും ഒരു കഥ പറയുന്നുണ്ട്. അത് പാണ്ഡു പറയുന്ന കഥയാണ്. ബ്രാഹ്മണർക്ക് മഹർഷിമാരുടെ ഭാര്യമാരെ വരെ കയറി പിടിക്കാം എന്നൊരു അവസ്ഥ മഹാഭാരത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു ഭാഗമാണിത്. ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ ശ്വേതകേതുവിൻ്റെ അമ്മയെ ബലാത്സംഗം ചെയ്യുവാൻ കയറി പിടിക്കുന്നു. അച്ഛനായ ഉദ്ദാലകൻ ഇതിനെ എതിർക്കുന്നതേയില്ല. കാരണം ബ്രാഹ്മണൻ എന്ത് തെമ്മാടിത്തരം ചെയ്താലും എതിർക്കാൻ പാടില്ല എന്നതാണ് ഹിന്ദുമതത്തിലെ ആചാരമെന്ന് ഉദ്ദാലകന് നന്നായിട്ടറിയാം. അതിനാൽ എതിർത്ത് ഒരക്ഷരം മിണ്ടിയില്ല ഉദ്ദാലകൻ. എന്നാൽ അമ്മയോട് ബ്രാഹ്മണൻ ചെയ്ത നീച പ്രവൃത്തിയെ മകനായ ശ്വേതകേതു എതിർക്കുന്നു. ഇത് കാണുന്ന പിതാവായ ഉദ്ദാലകൻ മകനോട് പറയുന്നൊരു വാക്യമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. നമുക്ക് നോക്കാം. ആദിപർവത്തിൽ സംഭവപർവത്തിൽ 122 11 ശ്ലോകം നോക്കുക. ശ്വേതകേതോ കിലപ്പുരാ സമക്ഷം മാതരം പിതു ജഗ്രാഹ ബ്രാഹ്മണപ്പാണൗ ഗച്ഛാവ ഇതി ച അബ്രവീത്. പുരാ പണ്ട് പിതുഹു സമക്ഷം അച്ഛൻ്റെ മുന്നിൽ വെച്ച് ശ്വേതകേതോഹോ മാതരം ശ്വേതകേതുവിൻ്റെ അമ്മയെ ബ്രാഹ്മണ ഒരു ബ്രാഹ്മണൻ പാണൗ ജഗ്രാഹ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഗച്ഛാവ ഇതിജ വരൂ നമുക്ക് പോകാം, നമുക്ക് പോയി സംഭോഗം മാതരം താം തഥാ ദൃഷ്ട്വ നീയമാനാം ബലാദിവ തതഃ അതിനുശേഷം താം മാതരം തൻ്റെ അമ്മയെ ബലാദിവ തഥാ അത്തരത്തിൽ ബലമായി ബലപ്രയോഗത്തിലൂടെ നീയമാനാം ദൃഷ്ട്വ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ട് അമർഷചോദിത ഋഷിപുത്ര അമർഷം പൂണ്ട ആ ഋഷിയുടെ മകനായ ശ്വേതകേതു കോപം ചകാര കോപിഷ്ഠനായി. കണ്ടപ്പോൾ തം അവനോട് പിതാ ഉവാച അച്ഛൻ പറഞ്ഞു, താത അല്ലയോ മകനെ, ത്വം നീ കോപം മാ കാർഷോഹോ കോപിഷ്ഠനാകരുത്. കാരണം ഏഷഃ ധർമ്മഃ സനാതനഃ കാരണം ഈ ധർമ്മം ഈ ആചാരം സനാതനമാണ്, തെറ്റിക്കാൻ പാടില്ലാത്തതാണ്. നോക്കുക, ഈ നീചപ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ടും ആ പ്രവൃത്തി യാതൊരു കാരണവശാലും എതിർക്കരുതെന്നാണ് ഹൈന്ദവ മതത്തിലെ സങ്കല്പം. കാരണം അതൊരാചാരമാണ്. ആ ആചാരത്തെ എതിർക്കാൻ പാടില്ലാത്തതാണ്. ഇത് കാണിക്കാനാണ് ഇവിടെ മഹാനായ ഋഷി ഇവിടെ പറയുന്നത് ഈ ധർമ്മം സനാതനമാണ് എന്ന്. അതായത് ഈ ആചാരം എതിർക്കാൻ പാടില്ല എന്നർത്ഥം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ ആചാരത്തെ എതിർക്കരുതെന്ന് കാണിക്കാൻ മാത്രമാണല്ലോ ഏഷധർമ്മ സനാതനഃ എന്ന് ഇവിടെ ഋഷി പറയുന്നത് എന്ന്. അപ്പോൾ രാമനോട് വിശ്വാമിത്രൻ പറയുന്ന ഭാഗമാണിത്. നോക്കുക, വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡം 26:15. ഏനാം രാഘവ ദുർവൃത്താം യക്ഷീം പരമദാരുണാം ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹി ദുഷ്ടപരാക്രമാം. രാഘവ അല്ലയോ ശ്രീരാമ, ദുർവൃത്താം പരമദാരുണാം ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവളും പരമദാരുണയായിട്ടുള്ളവളും യക്ഷീം ദുഷ്ടപരാക്രമാം യക്ഷിയും ദുഷ്ടത്തരങ്ങളിലൂടെ മറ്റുള്ളവരെ ആക്രമിക്കുന്നവളുമായ ഇവളെ ഗോബ്രാഹ്മണ ഹിതാർത്ഥായ പശുക്കളുടെയും ബ്രാഹ്മണന്മാരുടെയും നന്മയ്ക്കു വേണ്ടി ജഹി കൊന്നുകളയൂ. ഇതാണ് അതിൻ്റെ അർത്ഥം. പശുക്കൾക്കും ബ്രാഹ്മണർക്കും വേണ്ടി ഈ ദുഷ്ടയായ താടക എന്ന സ്ത്രീയെ കൊന്നുകളയൂ എന്നാണ് വിശ്വാമിത്രൻ ശ്രീരാമനോട് പറയുന്നത്. അടുത്ത ശ്ലോകം നോക്കുക. നഹിതേ സ്ത്രീ വധകൃതേ ഘൃണാകാര്യ നരോത്തമ ചാതുർവർണ്യഹിതാർത്ഥം ഹി കർത്തവ്യം രാജസൂനുന രാജ്യഭാര നിയുക്താനാം ഏഷധർമ്മ സനാതന. ഹേ നരോത്തമ ശ്രീരാമ, അല്ലയോ നരോത്തമനായ ശ്രീരാമ, സ്ത്രീവധകൃതേ സ്ത്രീകളെ വധിക്കുന്ന കാര്യത്തിൽ ഘൃണാകാര്യ നഹി യാതൊരുവിധ സങ്കോചവും നീ കാണിക്കേണ്ടതില്ല. രാജസൂനുന മാത്രമല്ല രാജാക്കന്മാരുടെ പുത്രനായ നീ ചാതുർവർണ്യഹിതാർത്ഥം ചാതുർവർണ്യ സംസ്കാരത്തെ രക്ഷിക്കുന്നതിനായി ഏതത് കർത്തവ്യം ഹി ഈ കാര്യം ചെയ്യുക തന്നെ വേണം.
രാജ്യഭാര നിയുക്താനാം, കാരണം രാജ്യകാര്യങ്ങളിൽ നിയുക്തരായവർക്ക് യേഷധർമ്മ സനാതനഃ, ഈ കർമ്മം, ഈ ആചാരം സനാതനമാണ്, തെറ്റിക്കാൻ പാടില്ലാത്തതാണ്, മാറ്റാൻ പാടില്ലാത്തതാണ്, പാലിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഇവിടെ വിശ്വാമിത്രൻ രാമനോട് പറയുന്നത്. ഏത് ആചാരത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്? പശുക്കളെയും ബ്രാഹ്മണന്മാരെയും സർവോപരി ചാതുർവർണ്ണ്യത്തെയും സംരക്ഷിക്കുക എന്ന ആചാരം, എന്ന കർമ്മം ഒരിക്കലും മാറ്റാൻ പാടില്ലാത്തൊരാചാരമാണ്. അതെന്നെന്നും നിലനിൽക്കേണ്ടതായ ഒരാചാരമാണ്, കർത്തവ്യമാണ്. ഇവിടെയും ഉപയോഗിക്കുന്നത് ഏഷധർമ്മ സനാതനഃ എന്നാണ്. അതായത് പശുക്കളെയും ബ്രാഹ്മണരെയും സർവോപരി ചാതുർവർണ്ണ്യത്തെയും സംരക്ഷിക്കുവാൻ ഒരു സ്ത്രീയെ കൊന്നുകളയുക എന്ന നീചപ്രവൃത്തി ഒരു ശ്രേഷ്ഠമായ പ്രവൃത്തിയാണ്. അത് ചെയ്യുക എന്നത് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ആചാരമാണ്. അവരെ കൊല്ലുക തന്നെ വേണം, ഇത് ലംഘിക്കരുത്, ഇത് സനാതന ധർമ്മമാണ്, സനാതനമായ ഒരു ധർമ്മമാണ്, മാറ്റാൻ പാടില്ലാത്തൊരു ധർമ്മമാണ് എന്നതാണ് ഇവിടെ ഇത് പറയുന്നതിൻ്റെ അർത്ഥം. ഇവിടെയും സനാതനമാണ് ഈ ധർമ്മം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്കൊരു ഗ്രന്ഥം കൂടി നോക്കാം. മനുസ്മൃതി പോലെ തന്നെ ഹിന്ദു നിയമങ്ങളെ 4-ാമത്തെ ശ്ലോകം. വികർമ്മ കുർവതേ ശൂദ്ര ദ്വിജശുശ്രൂഷയോജ്ജിത ഭവന്ത്യൽപായുഷസ്തേ വൈ നിരയം യാന്ത്യസംശയം ചതുർണാം അഭിവർണാനാം ഏഷധർമ്മ സനാതന. ദ്വിജശുശ്രൂഷയാ ഉച്ചിതാഹ, ബ്രാഹ്മണന്മാരെയും മറ്റു ദ്വിജാദികളെയും സേവിക്കുന്നതിൽ നിന്ന് മാറി നിന്നിട്ട് ശൂദ്രാഹ, ശൂദ്രന്മാർ വികർമ്മ കുർവതേ ചെയ്ത് തനിക്ക് വിധിച്ചിട്ടില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തേ, അങ്ങനെയുള്ള ശൂദ്രന്മാർ അല്പായുഷഃ ഭവന്തി, അകാല ചരമമടയും, നിരയം യാന്തി, നരകത്തിൽ പതിക്കുകയും ചെയ്യുമെന്നതിൽ അസംശയം വൈ, ഒരു സംശയവും വേണ്ട. ചതുർണാം അഭിവർണാനാം, അങ്ങനെ 4 വർണ്ണങ്ങളുടെയും ഏഷഃ ധർമ്മഃ, ഈ ആചാരങ്ങൾ എന്നത് സനാതനഃ, ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ്. ശൂദ്രന്മാർക്ക് ചില കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്. അത് ഭഗവത്ഗീതയിൽ കൃഷ്ണനും പറഞ്ഞു വെക്കുന്നുണ്ട് 18:41 മുതൽ. ആ കർമ്മങ്ങളല്ലാതെ മറ്റേതൊരു കർമ്മവും ചെയ്താലും അങ്ങനെയുള്ള ശൂദ്രൻ നരകത്തിൽ പതിക്കും എന്ന കാര്യത്തിൽ സനാതനധർമ്മ മതത്തിന് യാതൊരു സംശയവുമില്ലായിരുന്നു. മാത്രമല്ല ചാതുർവർണ്ണ്യങ്ങളും അനുഷ്ഠിക്കേണ്ട ഈ കാര്യങ്ങൾ ഒരിക്കലും മാറ്റപ്പെടാൻ പാടില്ല. അത് സനാതനമാണ്. അതായത് അതിനെ മാറ്റാൻ ആർക്കും അധികാരമില്ല എന്നർത്ഥം. പച്ചയായ ജാതീയത പറയുക, ആ ജാതീയതയിൽ ഊന്നിയ ജീവിതമാണ് ഏറ്റവും ഉത്തമമെന്ന് പറയുക, ഇതൊക്കെയാണ് ഇവിടെ ധർമ്മങ്ങൾ. ഇവ നീചവും അധമവുമായ ധർമ്മങ്ങളാണെന്ന് നമുക്കിന്ന് ബോധ്യമുണ്ട്. എന്നാൽ അന്ന് അവർക്കത് തെറ്റിക്കാൻ പാടില്ലാത്ത സനാതനമായ ധർമ്മമായിരുന്നു. ഇവിടെയും സനാതനമാണ് ഈ ധർമ്മം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കാണും. അല്ല, മറിച്ച് ഈ ധർമ്മം സനാതനമാണ്, ആരാലും മാറ്റാൻ പാടില്ലാത്തതാണ്. അതായത് എല്ലാവരും ഇതിനെ അനുസരിച്ചു കൊള്ളണം എന്നർത്ഥം. അപ്പോൾ എവിടെയെല്ലാം ഈ ധർമ്മം സനാതനമാണ് എന്ന് കാണുന്നുണ്ടോ അവിടെയെല്ലാം ഈ ധർമ്മം ശ്രേഷ്ഠമാണ് എന്നായിരിക്കും അവർ പറഞ്ഞു വരിക. എന്നാൽ എവിടെയെല്ലാം ഈ ധർമ്മം സനാതനമാണ് എന്ന് കാണുന്നുണ്ടോ അവിടെയെല്ലാം ആ ധർമ്മം കടുകിട മാറാത്തതാണെന്നും എല്ലാവരും ഇത് ആചരിച്ചു കൊള്ളണം എന്നും മാത്രമാണ് അർത്ഥം.